സാധനയാൽ സൃഷ്ടിക്കപ്പെടുന്ന ദിവ്യവും ചൈതന്യവത്തുമായ അന്തരീക്ഷം ഗുരുദേവകാലത്തേതുപോലെ തന്നെ ചൈതന്യവത്തും തേജസ്സാർന്നതുമായി ഇപ്പോഴും നിലനിൽക്കുന്നു. തീർത്ഥം അതിന്റെ ചുമതല കൃത്യമായി നിറവേറ്റുന്നുണ്ട്. ജനങ്ങൾ പ്രഭാവിതരായിട്ടാണ് മടങ്ങുന്നത്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ ശക്തിയെക്കുറിച്ചുമൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളെ വിലയിരുത്തേണ്ടത് സാധാരണ ജനങ്ങൾ സ്വയം വിലയിരുത്തുന്നത് പോലെയല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അത് ഒരു സാധാരണ പെൻസിൽ മൂർച്ച കൂട്ടാൻ മാത്രമുള്ള ശക്തിയുള്ളതാണ്. പക്ഷെ കുറച്ച് പച്ചക്കറികൾ അരിയണമെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് ആ കത്തിയുടെ മൂർച്ച അല്പം കൂടി കൂട്ടേണ്ടി വരും. പെൻസിലിനെ മൂർച്ച കൂട്ടാനോ പച്ചക്കറികളെ അരിയാനോ ഒക്കെയുള്ള കത്തികൾ, അവയുടെ മൂർച്ച അതൊക്കെ സമൂഹത്തിലും കുടുംബങ്ങളിലും സർവ്വസാധാരണമായി ലഭിക്കും. പക്ഷേ ഒരു ഭിഷഗ്വരന്റെയോ ശസ്ത്രക്രിയാ വിദഗ്ധന്റെയോ കയ്യിൽ ഉണ്ടാവേണ്ട കത്തിയോ, ഇതാ പച്ചക്കറി അരിയുന്ന കത്തിയുണ്ട്, ഇതിന് മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ മതിയാവുമോ? ഒരു ശസ്ത്രക്രിയാ വിദഗ്ധന്റെ കയ്യിലുള്ള സർജറി ഉപകരണങ്ങൾ എങ്ങനെയായിരിക്കണം? സുഹൃത്തുക്കളെ, പരമപൂജ്യ ഗുരുദേവന്റെ കൈകളിലിരിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളാണ് നാം എന്ന് കരുതി വേണം നമ്മളെ തയ്യാറാക്കേണ്ടത്. നമ്മൾ സമൂഹത്തിൽ പ്രാബല്യത്തിലിരിക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാധാരണ കത്തികളല്ല, മറിച്ച് ശസ്ത്രക്രിയാ ഉപകരണങ്ങളാണ്. ആ നിലവാരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം. എന്നാൽ പൊതുവിൽ എന്താണ് സമൂഹത്തിൽ? കുടുംബ ബന്ധങ്ങൾ തകരുന്നു, സ്നേഹബന്ധങ്ങൾ ഉലയുന്നു. അതിവേഗം ശസ്ത്രക്രിയ ചെയ്യൂ, ചെല്ലൂ, അവരുടെ കൈകൾ പിടിക്കൂ, എന്നിട്ട് നിങ്ങൾ അവരോടൊപ്പമെന്ന് നമ്മൾ ഒന്നെന്ന് അവരെ ബോധ്യപ്പെടുത്തൂ. അത് സാധ്യമാവണമെങ്കിൽ ഗുരുദേവന്റെ കൈകൾ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പവിത്രതയുണ്ടാവുകയും പരസ്പരം മനസ്സുകൾ തുറക്കാനും സാധിക്കും. പവിത്രതയില്ലെങ്കിൽ കൈകൾ മുറിയുമ്പോൾ അണുബാധയുണ്ടാവുന്നത് പോലെ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് അത് പടരും. അപ്പോൾ ആകെ കുഴപ്പമാവില്ലേ? വളരെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് മനസ്സുകൾ തുറക്കപ്പെടേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ മൂല്യനിർണയം ആ നിലവാരത്തിൽ വേണം നാം സ്വയം നടത്താൻ. ആ ലക്ഷ്യത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത്. ശരി, നിങ്ങൾക്ക് ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഉപകരണമാവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ ചെറിയ വിരലുകളിലെ മുറിവുകൾ തുന്നിക്കെട്ടാനുള്ള ഉപകരണമാവാനും ആ പവിത്രത സൂക്ഷിക്കാനും കഴിയില്ലേ? നമ്മളുടെ മനസ്സിന്റെ പവിത്രതയും ഹൃദയത്തിന്റെ സഹാനുഭൂതിയും നിലനിൽക്കട്ടെ. ഗുരുദേവ കൃപയാൽ ഇപ്പോൾ ഈ അലയടിക്കുന്ന ആവേശം പരസ്പര സഹകരണത്താൽ ഇനിയും ഉയരട്ടെ. നമ്മുടെ രാജ്യത്ത്, ലോകത്ത് പ്രായോഗിക പരിശീലന രംഗത്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ളവരുടെ അഭാവം ഇല്ലാതിരിക്കട്ടെ. ശാന്തിപാഠ. ഓം ദ്യൗഃ ശാന്തിരന്തരിക്ഷഗം ശാന്തിഃ പൃഥിവീ ശാന്തിരാപ് ശാന്തിരോഷധയഃ ശാന്തിഃ വനസ്പതയഃ ശാന്തിർവിശ്വേ ദേവാഃ ബ്രഹ്മ ശാന്തിഃ സർവഗം ശാന്തി ശാന്തിരേവ ശാന്തിഃ സാമാ ശാന്തിരേധി. ഓം ശാന്തിഃ 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 സർവാരിഷ്ട സുശാന്തിർഭവതു. जी प्रणाम.